ഹായ് ഹലോ എല്ലാവർക്കും ദാജൂസ് ആൻഡ് പൊന്നൂസ് വേൾഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ചരിത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി കോട്ട. ഇതാണ് ചന്ദ്രഗിരി കോട്ടയുടെ പ്രവേശന കവാടം. ഏതാണ്ട് 3:30 നമ്മൾ എത്തിയത്. നല്ല വെയിലായിരുന്നു. 5-5:30 വരെയാണ് പ്രവേശന സമയം ഉള്ളത്. അതിനുശേഷം ഗേറ്റ് പൂട്ടും. അതുകൊണ്ട് വെയിൽ താഴാൻ കാത്തു നിന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണെന്ന് നമുക്കറിയാം. അത്ര തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കോട്ടയാണ് ചന്ദ്രഗിരി കോട്ട. അതും കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രഗിരി പുഴയുടെ തീരത്താണ് ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഏകദേശം 1640-കളുടെ മധ്യത്തിൽ ബേഡന്നൂരിലെ ശിവപ്പ നായിക്കാണ് ഈ ചെങ്കൽ കോട്ട പണിയെടുപ്പിച്ചത്. നൂറ്റാണ്ടുകളുടെ നിലനിൽപ്പിൻ്റെയും പോരാട്ടങ്ങളുടെയും കഥ പറയാനുള്ള ചന്ദ്രഗിരി കോട്ട മൈസൂർ ടിപ്പു സുൽത്താൻ്റെയും അതിനുശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും അധീനതയിലായിരുന്നു. ചരിത്ര സ്മാരകമായ ചന്ദ്രഗിരി കോട്ട ഇന്ന് കേരള പുരാവസ്തു വകുപ്പിന് കീഴിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 അടി ഉയരത്തിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. 7 ഏക്കറോളം സ്ഥലത്ത് കോട്ട പരന്നു കിടക്കുന്നു. ബേക്കൽ കോട്ടയിലോ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയുടെ മറ്റേതെങ്കിലും ഭാഗത്തോ വന്നവർക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയാൽ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാസർഗോഡാണ്. തൊട്ടടുത്തുള്ള ടൗൺ മേൽപ്പറമ്പാണ്. താഴെ കാണുന്നതാണ് ചന്ദ്രഗിരി പുഴ. കർണാടകയിൽ പയസ്വിനി പുഴ എന്നാണ് ചന്ദ്രഗിരി പുഴ അറിയപ്പെടുന്നത്. പണ്ട് പെരുമ്പുഴ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. ചന്ദ്രഗിരി പുഴ കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്നു. കാസർഗോഡ് ജില്ലയിൽ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ചന്ദ്രഗിരി പുഴ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സ്മരണാർത്ഥമാണ് ചന്ദ്രഗിരി എന്ന നാമം പുഴയ്ക്കും കോട്ടയ്ക്കും നൽകിയത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ കാണുന്നത് ചന്ദ്രഗിരി പാലമാണ്. റെയിൽവേ പാലമാണ്. അതാ ഒരു ട്രെയിൻ പോകുന്നത് കാണാം. തൊട്ട് മുമ്പുള്ള റെയിൽവേ സ്റ്റേഷൻ കാസർഗോഡാണ്. ഈ പാലം കടന്ന പാടെ കിട്ടുന്നത് കളനാട് സ്റ്റേഷനാണ്. പാലത്തിനപ്പുറത്ത് വെച്ചാണ് ചന്ദ്രഗിരി പുഴ അറബിക്കടലുമായി സംഗമിക്കുന്നത്. ശാന്തസുന്ദരമായ പ്രകൃതി ഭംഗിയും ചന്ദ്രഗിരി പുഴയും അറബിക്കടലും സംഗമിക്കുന്ന മനോഹരമായ കാഴ്ചയും സൂര്യാസ്തമയമൊക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയും. 97-98 കാലത്താണെന്ന് തോന്നുന്നു, ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് മാതൃഭൂമി ഞായറാഴ്ചത്തെ സപ്ലിമെൻറ്റിൽ ചന്ദ്രഗിരി കരയിൽ എന്ന പേരിലുള്ള ഒരു ലേഖനം വരാറുണ്ടായിരുന്നു. ഞാനത് സ്ഥിരമായി വായിക്കാറുണ്ടായിരുന്നു. ചന്ദ്രഗിരി കോട്ടയിൽ നിന്ന് എടുത്തിട്ടുള്ള ചന്ദ്രഗിരി പുഴയുടെ ഒരു ചിത്രവും അതിലുണ്ടായിരുന്നു. നിങ്ങളിൽ പലരും ഒരുപക്ഷെ അത് ഓർമ്മിക്കുന്നുണ്ടാവും. അന്നേ മനസ്സിൽ പതിഞ്ഞതാണ് ചന്ദ്രഗിരി പുഴയും ചന്ദ്രഗിരി കോട്ടയും. വളരെ ആകസ്മികമായി സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിൽ നിന്ന് ഇവിടേക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ചന്ദ്രഗിരി പുഴയുടെ തീരത്തുകൂടിയാണ് ഹസ്ബൻഡ് അവരുടെ അമ്മയുടെ വീട്ടിലേക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നു പോയിട്ടുള്ളത് എന്ന് പറയാറുണ്ട്. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കാസർഗോഡ് ജില്ല ഭാഷകൾക്കും നദികൾക്കും കോട്ടകൾക്കും പ്രസിദ്ധമാണ്. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. 7 ഭാഷകൾ കാസർഗോഡ് ജില്ലയിൽ സംസാരിക്കുന്നു. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ്. നദികളുടെ കാര്യം പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലൂടെയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴ ഒഴുകുന്നതും കാസർഗോഡ് ജില്ലയിലൂടെയാണ്. ചന്ദ്രഗിരി പുഴ തുളു സംസാരിക്കുന്ന പ്രദേശത്തെയും മലയാളം സംസാരിക്കുന്ന പ്രദേശത്തെയും വേർതിരിക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള ഒരു അതിർത്തിയായിട്ട് കണക്കാക്കപ്പെടുന്നു. കോട്ടകളുടെ കാര്യം പറഞ്ഞാൽ പ്രസിദ്ധമായ ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ്. അതുപോലെ ചന്ദ്രഗിരി കോട്ട, ഇതെല്ലാം കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് പോയാൽ നേരെ എത്തുന്നത് കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാച്ച് ടവറിലാണ്. ഇപ്പോൾ ഇത് പ്രവർത്തനരഹിതമാണ്. കോട്ടയുടെ മുകളിൽ നിന്നാൽ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്.
സാമാന്യം ഉയരത്തിലായതുകൊണ്ടും പുഴക്കരയിലായതുകൊണ്ടും നല്ലൊരു കാറ്റൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ. ഇത് വാഹനങ്ങൾക്ക് പോകാവുന്ന റോഡാണ്. ഇവിടെ നിന്ന് താഴേക്ക് കാണുന്നത് താഴെ റോഡിലേക്ക് എത്തുന്നതിനുള്ള സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി റോഡിലെത്തി താഴേക്ക് പോയാൽ എത്തുന്നത് ചന്ദ്രഗിരി പുഴയുടെ തീരത്താണ്. പുഴയ്ക്ക് ഹൊറിസോണ്ടലായി ഒരു ചെറിയ റോഡും പോകുന്നുണ്ട്. പുഴയുടെ തീരത്തിരുന്ന് പുഴയുടെ ഭംഗി ആസ്വദിക്കാനും കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്